ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. രാത്രി സമയം, മുറിയിൽ ലൈറ്റ് ഓഫ്, നിങ്ങളുടെ മനസ്സ് മാത്രം ഓൺ. ഒരുപാട് തവണ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എനിക്കെന്താണ് കുറവ്? പ്രപഞ്ചം എന്നെ മറന്നുവോ? അല്ലെങ്കിൽ ഞാൻ സ്നേഹത്തിന് അർഹനല്ലയോ? ഇല്ല, നിങ്ങളെ ആരും മറന്നിട്ടില്ല. നിങ്ങളെ പ്രപഞ്ചം തയ്യാറെടുപ്പിക്കുകയാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഹൃദയം ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ? പഴയ ബന്ധത്തിലെ വഞ്ചന, വിശ്വാസം തകർന്ന അനുഭവം, താരതമ്യം ചെയ്യുന്ന സ്വഭാവം, പ്രതികാരം ചെയ്യണമെന്ന ഒളിഞ്ഞ വികാരം. നമ്മൾ പലപ്പോഴും പറയുന്നത് ഞാൻ മുന്നോട്ട് പോയി എന്നാണ്. പക്ഷെ മനസ്സ് ചോദിക്കുന്നത്, ഇത് സത്യമാണോ? ഒരു കഥ പറയാം. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവൻ ഓരോ പുതിയ ആളെയും പഴയ ആളുമായി താരതമ്യം ചെയ്തു. അവന് ഒരിക്കലും സമാധാനം ലഭിച്ചില്ല. കാരണം പ്രശ്നം ആളുകളിലല്ല, അവൻ്റെ മുറിവുകളിലായിരുന്നു. സുഖപ്പെടാത്ത ഹൃദയം ശാന്തമായ സ്നേഹം കൈകാര്യം ചെയ്യാൻ തയ്യാറാകില്ല. സത്യമായി നിങ്ങൾ പറയൂ, നിങ്ങൾ സ്വയം എത്രമാത്രം ബഹുമാനിക്കുന്നു? ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശീലം ഇഷ്ടമാണോ? ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ബാല്യത്തിൽ സംഭവിച്ച റിജക്ഷൻസ്, അംഗീകാരം തേടുന്ന മനോഭാവം, എന്നെ വിട്ടുപോകുമോ എന്ന ഭയം, ഇതെല്ലാം ഉണ്ടോ? സ്വയം വില കുറയ്ക്കുന്നവർക്ക് ഒരിക്കലും നല്ല ബന്ധങ്ങൾ വരികയില്ല. ഒരു ശൂന്യമായ പാത്രം മറ്റൊന്നിൽ നിന്ന് മാത്രമേ നിറയാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ പാത്രം നിറഞ്ഞതാണെങ്കിൽ മറ്റൊന്നുമായി പങ്കിടും. നിങ്ങൾ പങ്കിടുന്നവരാണോ? അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ തയ്യാറായവരാണോ? നിങ്ങൾ പലപ്പോഴും ആദ്യം വിളിക്കുമോ? ആദ്യം സന്ദേശം അയക്കുമോ? വ്യക്തമാക്കാൻ ശ്രമിക്കുമോ? സ്നേഹം തെളിയിക്കേണ്ട കാര്യമില്ല, അത് അനുഭവിക്കേണ്ടതാണ്. ഇപ്പോഴും അധികമായി വിശദീകരിക്കൽ, മറുപടി വൈകിയാൽ അസ്വസ്ഥത, നിരന്തരം ഉറപ്പ് ചോദിക്കൽ, ഇത് ശീലമാക്കാറുണ്ടോ? നിങ്ങൾ പിന്തുടരുമ്പോൾ മറ്റൊരാൾ മാറിപ്പോവുകയുള്ളൂ. നിങ്ങൾ മാറുമ്പോൾ അവൾ നിങ്ങളിലേക്ക് അടുക്കും. ഒരു വലിയ സത്യം പറയാം. ബന്ധം ജീവിതം പൂർണ്ണമാക്കാനാണ്, ജീവിതം സൃഷ്ടിക്കാനല്ല. നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കണ്ണോടിച്ച് ചോദിക്കുക, നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായുണ്ടോ? നിങ്ങളുടെ സാമ്പത്തിക നില ഉറപ്പാണോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ സമാധാനമുണ്ടോ? നിങ്ങളുടെ ശരീരവും മനസ്സും ആരോഗ്യമാണോ? സ്വയം നിലകൊള്ളുന്നവരെ ആരും അവഗണിക്കില്ല. സ്വയം നിലവാരമുള്ള പങ്കാളിക്ക് അവിശ്വാസം നിറഞ്ഞ വ്യക്തി വേണ്ട. സ്ഥിരതയുള്ള വ്യക്തിയാണ് വേണ്ടത്. ഈ ഒറ്റപ്പെട്ട സമയം നിങ്ങളുടെ പണിഷ്മെൻ്റ് അല്ല, ഇതൊരു പരിശീലന കാലമാണ്. ഒറ്റയ്ക്ക് സന്തോഷിക്കുന്നവർക്ക് ആഴമുള്ള സ്നേഹം ലഭിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുക, ഞാൻ സംരക്ഷണമുള്ള വ്യക്തിയാണ്, ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. ഇനി മറ്റൊരാളെ കാത്തിരിക്കുന്നത് നിർത്തൂ, സ്വയം നിർമ്മിക്കാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യുക. അടുത്ത 30 ദിവസം ശരീരം ആരോഗ്യപൂർണ്ണമാക്കുക, കഴിവുകൾ വളർത്തുക, ധ്യാനം പരിശീലിക്കുക, വായന പരിശീലിക്കുക, സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരിക, ആത്മവിശ്വാസം വളർത്തുക. നിങ്ങൾ പ്രകാശിച്ചാൽ നിങ്ങൾ തേടിയെത്തുന്നവർ, നിങ്ങൾ തേടുന്നവർ നിങ്ങൾ തേടി വരും. നിങ്ങളുടെ ജീവിത പങ്കാളി വൈകിയിട്ടില്ല. നിങ്ങൾ ഇനിയും രൂപം കൊള്ളുകയാണ്. നിങ്ങൾ സ്വയം തയ്യാറാകാൻ
തുടങ്ങുകയാണെങ്കിൽ അഭിപ്രായത്തിൽ പറയൂ. ഞാൻ തയ്യാറാകുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു യൂണിവേഴ്സ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.